എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമസ്കാരം. അടുക്കളയിലെ ഇറുതിയിൽ നിന്നും ജനജീവിതത്തിന്റെ ദൈനംദിന കാഴ്ചകളിലേക്ക് കണ്ണോടിക്കുന്ന ഒരു പ്രത്യേക വാർത്താ വിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ വീട്ടിലെ അടുക്കളകൾ ഇന്ന് കേവലം ആഹാരം പാകം ചെയ്യുന്ന ഇടങ്ങൾ മാത്രമല്ല, മറിച്ച് വിപണിയുടെ ചലനങ്ങളും ഭരണകൂടത്തിന്റെ തീരുമാനങ്ങളും കൃത്യമായി പ്രതിഫലിക്കുന്ന ഇടങ്ങൾ കൂടിയാണ്. ഇന്ത്യയിലെ സാധാരണക്കാരന്റെ കുടുംബ ബഡ്ജറ്റുകളെ പാടെ ഉലയ്ക്കാൻ പോകുന്ന ചില നിർണായക തീരുമാനങ്ങളാണ് ഇപ്പോൾ പാചകവാതക വിപണിയിൽ നിന്നും പുറത്തു വരുന്നത്. ഇന്ത്യൻ ആയാലും HP ആയാലും ഭാരത് ഗ്യാസ് ആയാലും സിലിണ്ടർ ഉപയോഗിക്കുന്ന ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ട അതിപ്രധാനമായ ചില പുതിയ നിയന്ത്രണങ്ങൾ കേന്ദ്ര സർക്കാർ കടുപ്പിക്കുകയാണ്. അതോടൊപ്പം നമ്മുടെ ക്ഷേമ പെൻഷൻ വിതരണത്തെക്കുറിച്ചും പെരുന്നാൾ കാലത്തെ സപ്ലൈകോ കിറ്റുകളെക്കുറിച്ചുമുള്ള ഏറ്റവും പുതിയ വിവരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പങ്കുവയ്ക്കുന്നത്. വീഡിയോ പൂർണ്ണമായും കാണുക. ചാനൽ ആദ്യമായാണ് കാണുന്നത് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആദ്യമായി നമ്മെ കാത്തിരിക്കുന്ന ആ വലിയ പ്രഹരത്തെക്കുറിച്ച് തന്നെ പറയാം. അന്താരാഷ്ട്ര വിപണിയിലെ ചലനങ്ങളും ആഭ്യന്തര സാമ്പത്തിക സാഹചര്യങ്ങളും മുൻനിർത്തി പെട്രോളിന്റെയും ഡീസലിന്റെയും വിലയിൽ ഇപ്പോൾ വർധനവ് ഉണ്ടായിരിക്കുകയാണല്ലോ. ഇതിനു തൊട്ടു പിന്നാലെ സാധാരണക്കാരന്റെ പോക്കറ്റ് ചോർത്താൻ പാചകവാതക വിലയും ഉയരുകയാണ്. വരും ദിവസങ്ങളിൽ തന്നെ ഗ്യാസ് സിലിണ്ടറുകൾക്ക് ഒന്നിന് 60 രൂപയോളം വർദ്ധിപ്പിക്കാനാണ് കേന്ദ്ര സർക്കാർ ഒരുങ്ങുന്നത് എന്നാണ് ലഭിക്കുന്ന സൂചനകൾ. നിലവിലെ സാഹചര്യത്തിൽ വില വർധനവില്ലാതെ കേന്ദ്രത്തിന് മുന്നിൽ മറ്റു മാർഗങ്ങളില്ല എന്നത് തന്നെയാണ് യാഥാർത്ഥ്യം. ഇതുകൂടാതെ നിലവിൽ 14.2 കിലോഗ്രാം ഭാരം വരുന്ന ഗാർഹിക സിലിണ്ടറുകൾക്ക് രാജ്യവ്യാപകമായി ഒരു ക്ഷാമം നേരിടുന്നുണ്ട്. ഈ വിതരണ തടസ്സങ്ങൾ കാരണമാണ് ഇപ്പോൾ പുതിയ ലിമിറ്റേഷനുകളും വെയിറ്റിംഗ് പീരീഡും ഏർപ്പെടുത്താൻ അധികൃതർ നിർബന്ധിതരായത്. നിങ്ങൾ ഒരു നഗരപ്രദേശത്താണ് താമസിക്കുന്നത് എങ്കിൽ ഒരു സിലിണ്ടർ വാങ്ങി കൃത്യം 26 ദിവസങ്ങൾക്ക് ശേഷം മാത്രമേ അടുത്ത റീഫില്ലിങ്ങിനായി ബുക്ക് ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ നിങ്ങളൊരു ഗ്രാമപ്രദേശത്താണ് ജീവിക്കുന്നത് എങ്കിൽ ഈ കാത്തിരിപ്പ് കാലാവധി 46 ദിവസമാണ്. അതായത് ഏകദേശം 45 ദിവസത്തെ ഒരു വെയിറ്റിംഗ് പീരീഡ് കൃത്യമായി പാലിച്ചെങ്കിൽ മാത്രമേ അടുത്ത സിലിണ്ടർ നിങ്ങളുടെ അടുക്കളയിൽ എത്തുകയുള്ളൂ. അതുകൊണ്ട് ഗ്യാസ് ഉപയോഗിക്കുന്നവർ ഇനിയും അല്പം മിതത്വം പാലിക്കുന്നത് നന്നാവും. ഇനി പറയാൻ പോകുന്നത് നഗരങ്ങളിലും പരിസര പ്രദേശങ്ങളിലും താമസിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നിങ്ങളുടെ വീടിന്റെയോ പ്രദേശത്തിന്റെയോ അരികിലൂടെ പൈപ്പ്ഡ് നാച്ചുറൽ ഗ്യാസ് അഥവാ PNG കണക്ഷന്റെ ലൈനുകൾ കടന്നു പോകുന്നുണ്ടോ എങ്കിൽ ശ്രദ്ധിക്കുക. വരും മാസങ്ങളിൽ നിങ്ങളുടെ വീട്ടിലേക്ക് LPG സിലിണ്ടറുകൾ എത്തിയേക്കില്ല. വരുന്ന ജൂൺ 30 മുതൽ ഇത്തരം പ്രദേശങ്ങളിലേക്ക് പാചകവാതക സിലിണ്ടറുകളുടെ വിതരണം പൂർണ്ണമായും നിർത്തലാക്കാനാണ് കേന്ദ്ര സർക്കാർ ഏജൻസികൾക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. പൈപ്പ് ലൈൻ സൗകര്യമുള്ള ഇടങ്ങളിൽ താമസിക്കുന്നവർ നിർബന്ധമായും PNG കണക്ഷനിലേക്ക് മാറണം എന്നാണ് ഉത്തരവ്. സിലിണ്ടറുകളുടെ അനാവശ്യമായ വിനിയോഗം കുറയ്ക്കാനും അപകടങ്ങൾ ഒഴിവാക്കുവാനുമാണ് ഈ നീക്കം. അതിനാൽ ഈ മേഖലയിലുള്ളവർ എത്രയും വേഗം പൂർണ്ണ കണക്ഷനായി അപേക്ഷിക്കുന്നതാണ് ബുദ്ധി. ഇതിനോടൊപ്പം തന്നെ ഏറ്റവും ഗൗരവമായി കാണേണ്ട മറ്റൊന്നുണ്ട്. ഗ്യാസ് മസ്റ്ററിംഗ് അതായത് KYC പ്രക്രിയ. മുൻപ് തന്നെ സർക്കാർ ഇതിനായുള്ള കർശന നിർദ്ദേശം നൽകിയിരുന്നു. ഇനിയും മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്തവർ എത്രയും വേഗം അത് ചെയ്യേണ്ടതാണ്. ഉപഭോക്താവ് ജീവിച്ചിരിപ്പുണ്ട് എന്ന് ഉറപ്പുവരുത്താനും വ്യാജ കണക്ഷനുകൾ റദ്ദാക്കാനും വേണ്ടിയാണ് ഈ ബയോമെട്രിക് പരിശോധന. ഇത് ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ സിലിണ്ടർ വിതരണം തടസ്സപ്പെടാൻ വലിയ സാധ്യതയുണ്ട്. ഇനി മുതൽ കേന്ദ്ര സർക്കാരിന്റെ സബ്സിഡി ആനുകൂല്യങ്ങൾ ബാങ്ക് അക്കൗണ്ടിൽ കൃത്യമായി ലഭിക്കണമെങ്കിൽ ഈ KYC നിർബന്ധമാണ്. നിലവിലെ പാചകവാതകക്ഷാമത്തിന്റെ പശ്ചാത്തലത്തിൽ സർക്കാർ ഇത് കൂടുതൽ കർശനമാക്കുകയാണ്. നിങ്ങളുടെ ഗ്യാസ് ഏജൻസിയിൽ നേരിട്ട് പോയോ അല്ലെങ്കിൽ അംഗീകൃത ഓൺലൈൻ സർവീസ് സെന്ററുകൾ വഴിയോ വിരലടയാളം പതിപ്പിച്ച് ഈ പ്രക്രിയ വളരെ വേഗത്തിൽ പൂർത്തിയാക്കുവാൻ സാധിക്കും. അതുപോലെ തന്നെ മറ്റൊരു പ്രധാന കാര്യം, ഗ്യാസ് കണക്ഷൻ ഉടമ മരണപ്പെട്ടിട്ടുണ്ട് എങ്കിൽ ഒട്ടും വൈകാതെ തന്നെ അനന്തര അവകാശിയുടെ പേരിലേക്ക് ഓണർഷിപ്പ് മാറ്റാൻ നടപടികൾ സ്വീകരിക്കേണ്ടതാണ്. അല്ലാത്ത പക്ഷം കണക്ഷൻ റദ്ദാക്കപ്പെടുകയും ചെയ്യും. അടുത്തതായി നമ്മുടെ സംസ്ഥാനത്തെ ലക്ഷക്കണക്കിന് പാവപ്പെട്ട ജനങ്ങൾ കാത്തിരിക്കുന്ന സാമൂഹ്യ ക്ഷേമ പെൻഷൻ വിതരണത്തെക്കുറിച്ചാണ്.
മെയ് മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം തിങ്കളാഴ്ച മുതൽ ആരംഭിക്കുമെന്ന് നേരത്തെ അറിയിച്ചിരുന്നുവെങ്കിലും ചെറിയ ചില സാങ്കേതിക കാരണങ്ങളാൽ അതിൽ മാറ്റം വന്നിരിക്കുകയാണ്. കേരള സർക്കാരിന്റെ കടമെടുപ്പ് ഉൾപ്പെടെയുള്ള ധനകാര്യ നടപടികൾ നടക്കുന്നത് ചൊവ്വാഴ്ചയാണ്. അത് മാത്രമല്ല, വിവിധ ക്ഷേമനിധി ബോർഡുകളിൽ നിന്നും സേവന പോർട്ടലിൽ നിന്നും ഗുണഭോക്താക്കളുടെ കൃത്യമായ വിവരങ്ങൾ ധനവകുപ്പിൽ ലഭ്യമാക്കേണ്ടതുണ്ട്. ഈ ലിസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് തുക പൂർണ്ണമായും അനുവദിക്കുക. അതുകൊണ്ട് തന്നെ തിങ്കളാഴ്ച ഉദ്യോഗസ്ഥ തലത്തിലുള്ള നടപടികൾ മാത്രമേ ആരംഭിക്കൂ. പെൻഷൻ തുക പൂർണ്ണമായി വിതരണം ചെയ്തു തുടങ്ങുന്നത് ചൊവ്വ, ബുധൻ അല്ലെങ്കിൽ വ്യാഴം ദിവസങ്ങളിലാകാനാണ് സാധ്യത. ഗുണഭോക്താക്കൾ ഈ കാര്യം മനസ്സിലാക്കി സഹകരിക്കുക. അവസാനമായി ഏവർക്കും സന്തോഷം നൽകുന്ന ഒരു വാർത്ത കൂടിയുണ്ട്. വരാനിരിക്കുന്ന ബക്രീദ് പെരുന്നാൾ പ്രമാണിച്ച് നമ്മുടെ സംസ്ഥാനത്ത് സപ്ലൈകോ വഴി പ്രത്യേക സ്പെഷ്യൽ കിറ്റുകളുടെ വിതരണം മെയ് 18 മുതൽ ആരംഭിച്ചിരിക്കുകയാണ്. 3 കിലോഗ്രാം പ്രീമിയം ബിരിയാണി അരി ഉൾപ്പെടെ പെരുന്നാൾ ആഘോഷങ്ങൾക്ക് ആവശ്യമായ വിഭവങ്ങളാണ് ഈ കിറ്റിൽ ഉള്ളത്. യഥാർത്ഥത്തിൽ 1101 രൂപ വില വരുന്ന ഈ കിറ്റ് പൊതുജനങ്ങൾക്ക് വെറും 850 രൂപയ്ക്കാണ് സപ്ലൈകോ വിൽക്കുന്നത്. അതായത് ഒറ്റയടിക്ക് 250 രൂപയുടെ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട് ആണ് സർക്കാർ ഇതിലൂടെ ജനങ്ങൾക്ക് നൽകുന്നത്. എല്ലാ റേഷൻ കാർഡ് ഉടമകൾക്കും ഈ ആനുകൂല്യം ലഭ്യമാണ്. ഉത്സവകാലത്തെ വിപണിയിലെ കൊള്ളവിലയിൽ നിന്നും രക്ഷ നേടാൻ ഈ സ്പെഷ്യൽ കിറ്റുകൾ ഏറെ ഉപകാരപ്പെടുന്നതുമാണ്. അതുകൊണ്ട് സമയബന്ധിതമായി തന്നെ നിങ്ങളുടെ അടുത്തുള്ള സപ്ലൈകോ കേന്ദ്രങ്ങളിൽ നിന്നും ഈ ആനുകൂല്യം കൈപ്പറ്റാൻ ശ്രദ്ധിക്കുക. അതുപോലെ റേഷൻ കടകൾ വഴിയുള്ള ഈ മാസത്തെ സ്ഥിരം ആനുകൂല്യങ്ങളും കൃത്യസമയത്ത് തന്നെ വാങ്ങാൻ മറക്കരുത്. അപ്പോൾ ഓർക്കുക, പാചകവാതക വില വർധനവും കൂടാതെ കടുത്ത നിയന്ത്രണങ്ങളും ഒപ്പം മസ്റ്ററിങ്ങും നമ്മെ കാത്തിരിക്കുകയാണ്. ഒട്ടും വൈകാതെ തന്നെ ഈ കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തുക. ഈ അറിവുകൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ബന്ധുക്കളിലേക്കും ഷെയർ ചെയ്യുക. വരും ദിവസങ്ങളിലെ പ്രധാന വാർത്തകൾക്കും ജനകീയ വിഷയങ്ങൾക്കും നമുക്ക് വീണ്ടും കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. നന്ദി.